ഫിഫ ലോകകപ്പിന്റെ ഫൈനൽ പോരിൽ നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീന ഇന്ന് യൂറോ ചാമ്പ്യന്മാരായ സ്പെയിനെ നേരിടും. ഇന്ത്യൻ സമയം രാത്രി 12:30, അതായത് ഇന്ന് രാത്രി 12:30ക്കാണ് ഈ ആവേശ പോരാട്ടം. അമേരിക്കയിലെ ന്യൂയോർക്ക് ന്യൂജേഴ്സി സ്റ്റേഡിയത്തിൽ ആ ഫൈനൽ, സൂപ്പർ ഡ്യൂപ്പർ ഫൈനൽ അരങ്ങേറാൻ ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. ലോകം എമ്പാടും ആ ഒരു പുതിയ ലോക ചാമ്പ്യൻ ആരെന്നറിയാനുള്ള ആ കാത്തിരിപ്പിലാണ്. ഇപ്പോൾ വേൾഡ് കപ്പ് ഡെസ്കിൽ നിന്ന് അസർ ബിൻ അസീസ് ചേരുന്നു. അസർ, രണ്ട് കിഡിലൻ ടീമുകൾ, ഒരു സ്വപ്ന ഫൈനൽ എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഒരു വശത്തെ ലിയോണൽ മെസ്സി, മറുവശത്തെ ലെമീൻ യമാൽ. ഇതിനപ്പുറം എന്ത് കിട്ടാനെന്ന ചോദ്യമാണ് ആരാധകർക്കുള്ളത്. തോൽവിയേറിയാത്ത രണ്ട് സംഘങ്ങൾ ഏറ്റുമുട്ടുമ്പോൾ ഫൈനൽ പൊട്ടിക്കും. അനില്, വലിയ ആവേശത്തിലാണ് ഫുട്ബോൾ ലോകം ഈ ഫൈനലിനെ കാത്തിരിക്കുന്നത്. യൂറോപ്പിന്റെ ചാമ്പ്യന്മാരും ലോക ചാമ്പ്യന്മാരും തമ്മിൽ കനകകിരീടത്തിനായി പോരിനിറങ്ങുകയാണ്. എന്തായാലും മികച്ചൊരു മത്സരം തന്നെ കാണാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഫുട്ബോൾ ആരാധകരെല്ലാം കാത്തിരിക്കുന്നത്. തോൽവി അറിയാതെ എത്തുന്ന രണ്ട് സംഘങ്ങൾ തന്നെയാണ്. ഈ ലോകകപ്പിലെ പ്രകടനം മാത്രം എടുത്തു നോക്കിയാൽ പ്രതിരോധത്തിലും മധ്യനിരയിലും അതോടൊപ്പം തന്നെ അറ്റാക്കിങ്ങിലുമെല്ലാം മികച്ച പ്രകടനം കാഴ്ചവെച്ചെത്തുന്ന ലാറോജകളാണ് ഒരു ഭാഗത്തുള്ളത്. എന്നാൽ പലപ്പോഴും വീണുപോയി എന്ന് തോന്നിയിടത്ത് നിന്ന് ഉയർത്തെഴുന്നേറ്റ് മനക്കരുത്തുകൊണ്ട് മുന്നേറിയ ഒരു സംഘമായാണ് മെസ്സിയും സംഘവും എത്തുന്നത്. എന്തായാലും പന്തടക്കത്തിലും അറ്റാക്കിങ്ങിലും ഗോൾ കണ്ടെത്തുന്നതിലും പ്രതിരോധിക്കുന്നതിലുമെല്ലാം മുന്നിൽ നിൽക്കുന്ന രണ്ട് സംഘങ്ങളാണ് പോരിനിറങ്ങുന്നത്. എന്തായാലും പൊടി പാറുന്ന തീ പാറുന്ന പോരാട്ടം തന്നെയായിരിക്കും നടക്കുക. ഡിഫൻസിലാണെങ്കിലും മധ്യനിരയിലാണെങ്കിലും അറ്റാക്കിങ്ങിലാണെങ്കിലും ഗോൾ കണ്ടെത്തുന്ന മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന പെട്രി ഉൾപ്പെടെയുള്ള താരങ്ങളുമായി സ്പെയിനാണ് ഒരു ഭാഗത്തുള്ളത്. ലെമീൻ യമാലുണ്ട്. എടുത്തു പറയേണ്ടത് ബാഴ്സയിലെ രണ്ട് തലമുറക്കാർ തമ്മിലുള്ള ഒരു മത്സരം കൂടി, അല്ലെങ്കിൽ ഒരു പോരാട്ടം കൂടിയായി ഇത് മാറുകയാണ്. ഇതിനോടകം അതെല്ലാം തന്നെ വലിയ ചർച്ചയായതാണ്. മെസ്സി എന്ന് പറയുന്ന ഫുട്ബോളിൻ്റെ ഇതിഹാസം, ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ അവസാന ലോകകപ്പായിരിക്കാം. അദ്ദേഹത്തിൻ്റെ ഇനിയൊരു ലോകകപ്പിന് അദ്ദേഹത്തിനെ നമുക്ക് കാണാൻ കഴിഞ്ഞെന്ന് വരില്ല. അപ്പോൾ അദ്ദേഹം ആ ഒരു ഫൈനൽ മത്സരത്തിൽ ഒരു വൺ ലാസ്റ്റ് ഡാൻസ് ഗെയിമായി മാറുമ്പോൾ എന്താണ് അദ്ദേഹം ഫുട്ബോൾ ആരാധകർക്ക് വേണ്ടി കാത്തുവെച്ചിട്ടുള്ളത്, എത്തരത്തിലുള്ളൊരു പ്രകടനമാണ്, ഇതെല്ലാം കാണാൻ വലിയ ആകാംക്ഷയിലാണ് ഓരോ ആരാധകരും കാത്തിരിക്കുന്നത്. എന്തായാലും വലിയ സമ്മർദ്ദങ്ങളില്ലാതെ അദ്ദേഹം കളിക്കുന്നുണ്ട് എന്ന് പറയുമ്പോഴും പലപ്പോഴും സമ്മർദ്ദത്തിലേക്ക് പോകുന്ന ടീമിനെ ഉയർത്തെഴുന്നേൽപ്പിച്ച് കൊണ്ടുവന്നതും മെസ്സി എന്ന് പറയുന്ന ഒരു താരമാണ്. യുവതാരങ്ങൾ അദ്ദേഹത്തോടൊപ്പം മികച്ച പ്രകടനം കാഴ്ചവെച്ച് പുറത്തേക്ക് വരുന്നുണ്ട്, മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ രണ്ട് മികച്ച പരിശീലകരുടെ ഒരു നേർക്കുനേർ പോരാട്ടം കൂടിയാണ്. എന്തായാലും ഉറക്കമൊഴിച്ച് കാത്തിരിക്കാം ഒരു മികച്ച ഫൈനലിനായി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.